സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പിറന്നാളുമുണ്ട്, ജനനം ബർത്ത്ഡേയും ഉണ്ട്, എല്ലാവരും ആഘോഷിക്കും. പിന്നെ കുറച്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് മരണ ദിവസമുണ്ട്, അത് നമ്മുടെ ബന്ധുക്കൾ ആഘോഷിക്കും. നമുക്ക് ജന്മവുമുണ്ട്, മരണവുമുണ്ട്. പക്ഷേ ഭഗവാന് അവതാരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭഗവാന്റെ ജനനത്തിനെ ജയന്തി എന്ന് പറയും. ശ്രീകൃഷ്ണ ജയന്തി, നരസിംഹ ജയന്തി എന്ന് പറയും. പൊതുവെ ജയന്തി എന്ന വാക്ക് മനുഷ്യർക്ക് ഉപയോഗിക്കാറില്ല. ആർക്കെല്ലാം ഒരു മരണ ദിവസമുണ്ടോ അവർക്ക് ജയന്തി എന്ന വാക്ക് ഉപയോഗിക്കാറില്ല. എന്നിരുന്നാലും നമ്മുടെ നാട്ടില് ബഹുമാനം കാരണം മഹാത്മാഗാന്ധിജിക്ക് ഗാന്ധി ജയന്തി എന്ന് പറയാറുണ്ട്. ശാസ്ത്രീയമായി അത് യോജിച്ചതല്ല, എന്നിരുന്നാലും റെസ്പെക്റ്റ് കാരണം അവരങ്ങനെ പറയുന്നതാണ്. ജയന്തി എന്ന വാക്ക് ഭഗവാന് മാത്രമേ ഉള്ളൂ, ജയഘോഷം. കാരണം 14 ലോകത്തും അണ്ടചരാചരത്തിലും വച്ച് ഇതിനേക്കാളും മംഗളകരമായ ഒരു കാര്യം പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല. ജയതി ജനനിവാസോ ദേവകീ ജന്മവാദോ. ഭഗവാനേക്കാളും ഉയർന്ന ഒരു മംഗളകാര്യം, ഭഗവാന്റെ നാമം, ഭഗവാന്റെ ജനനം, ഭഗവാന്റെ കർമ്മം എല്ലാം ദിവ്യമാണ്. ഇതിനേക്കാളും ഉയർന്ന ഒരു മംഗളകർമ്മം ഈ പ്രപഞ്ചത്തിൽ തന്നെ ഇല്ല. അതുകൊണ്ട് ജയഘോഷം, ജയന്തി എന്ന് പറയുന്നത് ഭഗവാന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കുന്തി മഹാറാണി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണത്? ശ്ലോകം കുന്തി ദേവിയുടെ ശ്ലോകത്തിലുണ്ട്. ജയത്തു ജയത്തു ദേവോ ദേവകീ നന്ദനോയം, ജയത്തു ജയത്തു കൃഷ്ണ വൃഷ്ണിവംശോ പ്രദീപഃ, ജയത്തു ജയത്തു മേഘശ്യാമള കോമലാംഗോ, ജയത്തു ജയത്തു പൃഥ്വിഭാരനാശോ മുകുന്ദ. ഇന്ന് രാവിലെ സത്സംഗത്തിൽ ഗോപികാഗീതത്തിലിരുന്ന ആ വാക്ക് നമ്മൾ ഉദ്ധരിച്ച് പറഞ്ഞായിരുന്നു. പൃഥ്വിഭാരനാശോ മുകുന്ദ. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭക്തജനങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭൂമിയിൽ ഭാരത്തിനെ കുറയ്ക്കുന്ന കർമ്മങ്ങളാണ്. ഭക്തിയില്ലാത്തവർ സാധാരണക്കാർ ചെയ്യുന്ന കർമ്മമെല്ലാം ഭൂമിയിൽ ഭാരം കൂട്ടുന്ന കർമ്മമാണ്. ഒരിക്കലും ഒരു ഭക്തൻ ഭൂമിയിൽ ഭാരം കൂട്ടാൻ പാടില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതിന് പുരാണങ്ങൾ പറയുന്ന ഉദാഹരണം, ഒരു ഭാര്യ ഭർത്താവ്, ഒരു ദമ്പതി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ സന്താനങ്ങളുണ്ടാകും. സന്താനപ്രാപ്തി ഉണ്ടാകുമ്പോൾ ഭൂമിക്ക് ഭാരം കൂടും. അപ്പോൾ ഒരാൾ 2 ആകും, 2 4 ആകും. ഈ 4 പേരും വീട് വയ്ക്കും, അവർ ലോൺ എടുക്കും, അവർ 10 കാർ മേടിക്കും. ഇങ്ങനെ ഭൂമിയിൽ ഭാരം കൂട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഭഗവാന്റെ നാമം ചൊല്ലുന്ന ഒരാള് അവസാനം മുകുന്ദമാല സ്തോത്രത്തിൽ കുലശേഖരാൾവാർ സ്തുതിക്കുന്നുണ്ട്. കൃഷ്ണാ ത്വദീയ പദപങ്കജ പഞ്ചരന്തം അദ്യൈവ വിശതുമേ മാനസരാജഹംസ, പ്രാണാപ്രയാണ സമയേ കപവാത പിത്തൈ കണ്ഠാവരോദനവിധൗ സ്മരണം കൃതസ്തേ. ശരീരത്തിലിരുന്ന് പ്രാണൻ പിരിയുന്ന നേരം കപവാതം ഇത് 3 കയറി കഴുത്തിൽ ഇറുകെ പിടിക്കും. അതാണ് നമ്മുടെ ജീവിതത്തിൽ അന്തിമമായ ഒരു പരീക്ഷ. ആ സമയത്ത് കൃഷ്ണ എന്ന് പറയാൻ സാധിക്കണം. അപ്പോൾ ഈ ജീവിതത്തിൽ ആർക്കെല്ലാം ഭഗവാന്റെ നാമം ജപിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചു, ആർക്കെല്ലാം ശ്രീമദ് ഭാഗവതം വായിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചുവോ, ആർക്കെല്ലാം ഭഗവാന്റെ പുണ്യതലങ്ങൾ സന്ദർശിക്കാൻ ഒരു ഭാഗ്യമുണ്ടായി, ഇവരെല്ലാം മംഗളകർമ്മം ചെയ്തവരായി. ഇവരെക്കാളും ഉയർന്ന ഭാഗ്യം വേറെ ആർക്കുമില്ല. അതുകൊണ്ട് ജയന്തി, ജയഘോഷം, ജയ എന്ന വാക്ക് ആർക്ക് മാത്രം ചേരുന്നതാണ്? ഭഗവാന് മാത്രം ചേരുന്നതാണ്. ഭഗവാനും ഭഗവാനെ സംബന്ധിച്ചിടത്തുള്ള കാര്യങ്ങൾ
ചില സമയം രാഷ്ട്രീയക്കാർ അവരുടെ നേതാക്കന്മാർക്ക് ജയഘോഷം വിളിക്കും. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. കാരണം പരാജയമുള്ളവന് ജയം പറയാൻ സാധിക്കില്ല. അത് ഭഗവാന് മാത്രമേ സാധിക്കൂ. അതും ഭഗവാൻ എങ്ങനെയാണ് അവതരിച്ചത്? ഇന്നത്തെ രാത്രി 6 കാലങ്ങളും ഒരുമിച്ചുണ്ടായിരുന്നു. ഗ്രീഷ്മ, ശിശിര, ഹേമന്ത, വർഷ, ശരത്. ഇനിയൊന്ന് ഗ്രീഷ്മ, ശിശിര, ഹേമന്ത, വർഷ, ശരത്. വസന്ത. ഈ 6 മലയാളികൾക്ക് ഇതൊന്നുമില്ല. മലയാളികൾക്ക് മഴയും വെയിൽ രണ്ടേ ഉള്ളൂ. തണുപ്പ്, മഞ്ഞ്, വസന്തകാലം ഒന്നുമില്ല. തമിഴ്നാട്ടിൽ 3 ഉള്ളൂ. ചൂട് 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 3. ഇവിടെ മഴയും വെയിലും മാത്രം. പക്ഷെ വടക്കേ ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ 6 കാലവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. മഞ്ഞുകാലം, വസന്തകാലം, ഇതിൻ്റെ മധ്യേ ഉള്ള അതിമനോഹരമായ ശരത്കാലം. ഈ ശരത്കാലത്തിലുള്ള പൂർണിമയാണ് ഭഗവാൻ തൻ്റെ മാധുര്യ ലീലകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു കാലഘട്ടം ശരത്കാലം. ഇങ്ങനെ 6 കാലങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ രാത്രി 6 കാലങ്ങളും ഒരേ സമയത്ത് തണുപ്പും ഉണ്ടായിരുന്നു, മഞ്ഞും ഉണ്ടായിരുന്നു, ചൂടും ഉണ്ടായിരുന്നു, മഴയും, എല്ലാ 6 കാലങ്ങളും ഒരുമിച്ച് 26 നക്ഷത്രങ്ങളും ഉച്ചസ്ഥായിയിൽ ഇരുന്നപ്പോൾ അഭിജിത്ത് എന്ന് പറയുന്ന 27ാമത്തെ ഒരു ശുഭമുഹൂർത്തവും കൂടെ വന്നു. ആ സമയത്ത് ഈശ്വര ചിന്തയുള്ളവർ മാത്രം ഉണർന്നിരുന്നു. ഈശ്വര ചിന്തയില്ലാത്തവരെല്ലാവരും ഉറങ്ങിപ്പോയി. ആ സമയത്ത് ഭഗവാന്റെ ചിന്തകൾ, ഭഗവത് സ്മരണ ഇല്ലാത്തവരെല്ലാം ഉറങ്ങിക്കിടക്കുക. ഭക്തജനങ്ങൾ മാത്രം ഉണ്ടായിരുന്നു. ആദ്യം ഭഗവാൻ വസുദേവരുടെ ഹൃദയത്തിൽ ശംഖചക്ര ഗദാപത്മമുള്ള ഒരു കേശവ രൂപമാണ് ആദ്യം അവതാരം. ആ രൂപമാണ് ഭഗവാൻ എടുത്തത്. ഇന്നും നമ്മൾ മധുരാപുരിയിൽ കാരാഗ്രഹത്തിൽ പോയാൽ അവിടെ ആ കേശവമൂർത്തി ക്ഷേത്രമുണ്ട്. ആദ്യം വസുദേവരുടെ ഹൃദയത്തിൽ കേശവ എന്നുള്ള ശംഖചക്ര ഗദാപത്മം 4 കൈയുള്ള രൂപം സ്വീകരിച്ചു. അത് കഴിഞ്ഞ് വസുദേവരുടെ ഹൃദയത്തിലിരുന്ന് ദേവകിയുടെ ഹൃദയത്തിലേക്ക് ഭഗവാൻ മാറി. പിന്നെ ദേവകിയുടെ ഹൃദയത്തിലിരുന്നാണ് ഭഗവാൻ പ്രത്യക്ഷമായത്. സാധാരണ ഭൗതിക ലോകത്തിൽ അമ്മമാർക്ക് പ്രസവം ഉണ്ടാകുന്നത് പോലെയല്ല ഭഗവാൻ ജനിച്ചത്. ഭഗവാൻ അവതരിച്ചപ്പോൾ തന്നെ ശാസ്ത്രം പറയുന്നു, കസ്തൂരി തിലകം ലലാടമലകെ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ വനമൗക്തികം കരതലേ വേണു കരേ കാങ്കനം സർവാംഗേ ഹരിചന്ദനം സുലലിതം കണ്ഠേ ച മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയത്തെ ഗോപാല ചൂടാമണി. ഭഗവാൻ അവതരിച്ചപ്പോൾ തന്നെ ശരീരം മുഴുവനും ചന്ദനം പുരട്ടിയതുപോലെ. നമ്മളെല്ലാം ജനിക്കുമ്പോൾ ചോരയുണ്ടാകും, പഴുപ്പുണ്ടാകും, എല്ലാം പിന്നെ നർസുമാർ കുളിപ്പിച്ച് നമ്മളെ തലകുത്തനെ എടുത്ത് പിടിച്ച് 2 കുലിക്കൊക്കെ കുലിക്ക് 2 അടിയൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ജനിച്ചത്. നടക്കാൻ അറിഞ്ഞുകൂടാ. 30-40 വയസ്സായി ഇന്നും നടക്കാൻ അറിയാത്തവരുണ്ട്. എങ്ങനെയൊക്കെയോ മനുഷ്യർ ജനിച്ചു. പക്ഷെ ഭഗവാൻ ഉണ്ടായ ശരീരം മുഴുവനും ഹരിചന്ദനം. ഓടക്കുഴലോടെയാണ് വെളിയിൽ വന്നത് ഭഗവാൻ. ജനിച്ചപ്പോൾ തന്നെ കയ്യിൽ കരതലേ വേണു, കൈകളിൽ ഓടക്കുഴൽ, കരേ കാങ്കനം, കൈകൾ മുഴുവനും വളകൾ, നാസാഗ്രേ വനമൗക്തികം, ഒരു മുത്തും കൂടെ മൂക്കിന്റെ അറ്റത്തിലുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാ ഭഗവാൻ അവതരിച്ചത്. ആദ്യം 4 കൈയുള്ള രൂപം കണ്ട ദേവകി ആ രൂപം കണ്ട് ബോധം കെട്ടു. കൃഷ്ണ, ഈ രൂപത്തിൽ വന്നാൽ കംസൻ തിരിച്ചറിയും. കാരണം ദേവകി ഓരോ കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴും 2-3 മണിക്കൂർ പ്രായം മാത്രമേ ആ കുഞ്ഞിനുണ്ടായിട്ടുണ്ടാവുള്ളൂ. ആ സമയം കംസൻ വന്ന് ആ കുഞ്ഞിനെ തൂക്കി കരിങ്കൽ ചുമരിൽ ഓങ്ങി അടിച്ചു കൊല്ലും. ആ കുഞ്ഞുങ്ങള്, മണിക്കൂറുകൾ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ അത് നിൽക്കാൻ സാധിക്കും? ഇത് കണ്ട് ദേവകി ഓ എന്ന് നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് വീഴും. പിന്നെയും ഉണരും. ആ രംഗം ഓർക്കും, ബോധം കെട്ട് വീഴും.
വീണ്ടും ഉണരും, ബോധം കെട്ട് വീഴും. എന്നാൽ ആ ദേവകി അടുത്ത വർഷം അടുത്ത പ്രസവത്തിന് തയ്യാറാവുകയും ചെയ്യും. ഭൂമിയിൽ ഒരു അമ്മമാരും അതുപോലെ തയ്യാറാവുകയില്ല. പക്ഷെ ദേവകി തയ്യാറാകും. എന്തിനാണെന്ന് വെച്ചാൽ എട്ടാമത് ശ്രീകൃഷ്ണ ഭഗവാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ആ ഭഗവാന്റെ അവതാരത്തിന് വേണ്ടി, ഭഗവാന്റെ വരവിന് വേണ്ടി ദേവകി വലിയ തപസ്യെടുത്തു. നമ്മളെല്ലാവരും നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനെ വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ദേവകി എടുത്തതുപോലെ തപസ്യോ അല്ലെങ്കിൽ നാരദ മഹർഷിയോ ധ്രുവനോ പ്രഹ്ലാദനോ എടുത്ത തപസ്യോ ഒന്നും എടുക്കണ്ട. നമുക്ക് കുഞ്ഞു കുഞ്ഞു തപസ്യകളെ ഉള്ളൂ. എന്താണ്? രാവിലെ നേരത്തെ എണീക്കണം, നാമം ജപിക്കണം, പൂർണ്ണമായ സസ്യബുക്കായി ഇത്രയും തപസ്യ എടുത്താൽ മതി. അല്ലാതെ മഹാഭക്തരെടുത്ത തപസ്യൊന്നും നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. ഇത് ചെയ്താൽ തന്നെ അവരുടെ ജീവിതത്തിൽ ഭഗവാൻ പ്രത്യക്ഷമാകുന്നു. അങ്ങനെ ഭൂമിയിൽ ഭഗവാൻ 125 വർഷം ഭൂമിയിൽ ഉണ്ടായിരുന്നു. 9 മുതൽ 11 വയസ്സ് വരെ മാത്രമേ, 10 വയസ്സ് തികയുന്നത് വരെ മാത്രമേ ഭഗവാൻ വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. 10ാമത്തെ വയസ്സിൽ ഭഗവാൻ വൃന്ദാവനം വിട്ടുപോയി. പിന്നെ 2 കൊല്ലം മധുരയിൽ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് ഭഗവാൻ നേരെ ഉജ്ജയിലെ ഗുരുകുലത്തിലേക്ക് പോയി. ഉജ്ജയിലെ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു ഗുരുകുലം. പിന്നെ അവിടെ നിന്ന് പാണ്ഡവരെ കണ്ടു. പിന്നെ ഹസ്തിനാപുരം, ഇന്ദ്രപ്രസ്ഥം, ദ്വാരക, അങ്ങനെയൊക്കെ പോയി. പക്ഷേ 10 വയസ്സ് തികഞ്ഞപ്പോൾ കൃഷ്ണ ഭഗവാൻ വൃന്ദാവനം വിട്ടുപോയി. പിന്നെ വൃന്ദാവനത്തിലേക്ക് ഭഗവാൻ തിരിച്ചു വന്നിട്ടേയില്ല. എന്നിരുന്നാലും ഭഗവാന്റെ 125 വർഷകാലത്തിൽ അതിമനോഹരമായ ലീല എന്ന് പറയുന്നത് ആദ്യത്തെ 10 വർഷം ഭഗവാൻ ചെയ്ത ലീല. പിന്നെ വിവാഹം കഴിഞ്ഞു, രുക്മിണി സമേതനായൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ലീലയാണ് ഏറ്റവും മധുരമേറിയ ലീല എന്ന് പറയുന്നത്. ജയ ജയ രാധേ, ജയ ജയ ശ്യാം, ജയ ജയ ശ്രീ വൃന്ദാവന. ശ്രീ ശ്രീ വൃന്ദാവന ധാമ കീ ഹരേ കൃഷ്ണ. അങ്ങനെ ഭഗവാൻ അവതരിച്ചു. കൈകളിൽ വള, മുത്തുമാല, കണ്ടേ ചമുക്താവലി, കഴുത്തിൽ 3 വലിയുള്ള മുത്തുമാലകൾ, പട്ടുവസ്ത്രം, ഓടക്കുഴൽ, ഇങ്ങനെല്ലാമായി ഭഗവാൻ അവതരിച്ചു. ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ദേവകി ആ സൗന്ദര്യമുള്ള മുഖം കണ്ടുള്ളൂ. അടുത്ത നിമിഷം ദേവകിയുടെ ഹൃദയത്തിൽ ഇനിയിപ്പോൾ കംസൻ വന്നാൽ എന്ത് ചെയ്യും എന്ന് ഭയന്ന് വീണ്ടും ദേവകി ബോധം കെട്ടു വീണു. 2 അമ്മമാരാണ് ഭഗവാൻ വൃന്ദാവന ലീലയിൽ. ഒന്ന് ദേവകിയും രണ്ടാമത്തത് യശോദയും. എന്നാൽ ശ്രീമദ് ഭാഗവതത്തിൽ ശുക മഹർഷി യശോദാദേവിക്കാണ് 1 പടി മുൻതൂക്കം തന്നിരിക്കുന്നത്. ഫസ്റ്റ് യശോദ, പിന്നെയാണ് ദേവകി. പക്ഷേ പ്രസവിച്ച അല്ലെങ്കിൽ എന്താ പറയുക, പ്രസവിച്ച അമ്മ ദേവകിയാണ്, വളർത്തിയ അമ്മയാണ് യശോദ. പക്ഷെ യശോദയാണ് 1 പടി ഉയർന്നത്. ഉടനെ ഭാഗവതത്തിൽ പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുന്നു, അതെന്താണ് യശോദയ്ക്ക് മുൻതൂക്കം ദേവകിക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോ ഒരു ചെറിയ ഒരു കാരണമാണ് ശുകമഹർഷി പറയുന്നത്. എപ്പോഴൊക്കെ അപകടം സംഭവിക്കുമോ ദേവകി ആദ്യം ഭർത്താവായ വസുദേവനെ വിളിക്കും, രണ്ടാമത് കൃഷ്ണനെ വിളിക്കും. പക്ഷെ യശോദയുടെ കാര്യത്തിൽ എപ്പോ എന്താവശ്യമുണ്ടെങ്കിലും ആദ്യം യശോദ ഭഗവാനെ വിളിക്കും, അത് കഴിഞ്ഞിട്ടേ നന്ദഗോപരെ വിളിക്കുള്ളൂ. ഭഗവാന് ചെറിയ ഒരു പൊസസീവ്നെസ് ഉണ്ട്. നമുക്ക് ആ പൊസസീവ്നെസ് ഉള്ളത് ഭഗവാനുള്ളത് കൊണ്ടാണ്.
പക്ഷേ ഭഗവാൻ ഈ ഭക്തിയിൽ ഒരു ചെറിയ പൊസസീവ് ഉണ്ട്. ഗീതയിൽ തന്നെ കൃഷ്ണ ഭഗവാൻ പറയുന്നു, സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ എന്ന് ഊന്നി പറയുന്നുണ്ട്. അർജുന, നീ എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ചോ, പക്ഷേ എന്നെ മാത്രം ശരണം പ്രാപിക്കും. ഏകം എന്ന വാക്ക് ഊന്നി പറയുന്നുണ്ട്. എങ്ങനെയാണോ ഇന്ന് രാവിലെ നമ്മൾ ആ കാര്യം ചർച്ച ചെയ്തു. ഗോപികാഗീതത്തിൽ മനോഹരമായ ഒരു ശ്ലോകം രാവിലെ നമ്മൾ ചർച്ച ചെയ്തതേ ഉള്ളൂ. ചലസി യദ്വ്രജ ചാരയം പശു നളിന സുന്ദരം നാദതേ പദം ശിലതൃണാങ്കുലൈ സീദതീതിനാ കവിലതാമനാ നാടവക്ഷതി ഹരേ കൃഷ്ണ ഹരേ ഗോപികാഗീതത്തിൽ അവർ സ്തുതിക്കുകയാണ് ഭഗവാന്റെ പാദത്തിനെ കുറിച്ച്. ഒരു വശത്ത് ഭഗവാന്റെ പാദം അത്രയ്ക്കും മൃദുലമാണ്. വ്യാസ മഹർഷി പറയുന്നു, ഭഗവാന്റെ പാദം ബേബി പിങ്ക് കളറിൽ ഉണ്ടാകും. ഭഗവാന്റെ പാദം പിങ്ക് നിറത്തിന് മലയാളത്തിൽ എന്താ പറയാ? റെഡ് ചുവപ്പ്, ഗ്രീൻ പച്ച. പിങ്കിൽ മലയാളത്തിൽ എന്ന് പറയുന്നത് പിങ്കിന് മലയാളം ഇതില് സുദർശന ചക്രം, താമര പുഷ്പം, തുളസീതറ, ആനയുടെ ചെവിയിലിടുന്ന തോട്ടി, സ്വസ്തിക, പിന്നെ ഇത് കശുവണ്ടിയുടെ ആ ഒരു രൂപം, ധ്വജം, ഇതെല്ലാം ഭഗവാന്റെ പാദത്തിലും കൈകളിലും ചിഹ്നം. അത്ര മൃദുലമാണ്. ഭഗവാൻ വൃന്ദാവനത്തിൽ നടന്നപ്പോൾ അതെല്ലാം പതിഞ്ഞ് അത് കണ്ടാണ് അക്രൂരര് ബോധക്ഷയം, അക്രൂരർക്ക് ഭക്തി കാരണം ബോധക്ഷയം ഉണ്ടാകുന്നത്. ഒരു വശത്ത് അത്രയും മൃദുലമായ പാദം ഭഗവാന്റെ, അതേസമയം ആ പാദമെടുത്ത് കാളിയന്റെ തലയിൽ ഡാൻസ് ആടിയപ്പോ ഇടി വന്ന് വീണ, തലയിൽ ഇടി വീണ പോലെ ഉണ്ടായിരുന്നു. ആർക്ക്? കാളിയൻ. ഒരു വശത്ത് അത്രയും മൃദുലമായ പാദം, ഇനിയൊരു വശത്ത് അത്രയും ശക്തമായ ഒരു പാദം. കൃഷ്ണ, അങ്ങേ നമുക്ക് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല എന്ന ഭക്തന്മാർ സ്തുതിക്കുന്നത്. അവിടെ ഒരു വരിയുണ്ട്, ശിലതൃണാങ്കുലൈ സീദതീതിന ചലസി യദ്വ്രജ ചാരയം പശു നളിന സുന്ദരം നാദതേ പദം ശിലതൃണാങ്കുലൈ സീദതീതിന. ഇങ്ങനെ പശുക്കളെ മേയ്ക്കാൻ പോയ സമയത്ത് മൃദുലമായ ഭഗവാന്റെ പാദത്തിൽ ഒരു കല്ല് കുത്തിക്ക് ശില. എല്ലാവരും പറയാം ശില എന്ന് വെച്ചാൽ കല്ലാണ്. പക്ഷെ ഇവിടെ ആചാര്യന്മാർ വിശദീകരണം കൊടുക്കുമ്പോൾ ശില എന്ന വാക്കിന് നെല്ലിന്റെ ഉമ്മി എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് സംസ്കൃതം അനുസരിച്ച് തെറ്റാണ്. ശില എന്ന് പറഞ്ഞാൽ കല്ലാണ്. ശില രൂപം, ഭഗവാൻ ശിലയല്ല, ഭഗവാൻ വിഗ്രഹമാണ്. പൊതുവെ ശില എന്നൊക്കെ പറഞ്ഞാൽ കല്ലാണ്. പക്ഷേ ആചാര്യന്മാർ അത് വിശദീകരിക്കുമ്പോൾ നെല്ലിന്റെ ഉണ്ണി എന്നാ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആചാര്യന്മാർ മാറ്റി പറയുന്നത്? നാരായണീയത്തിലും അങ്ങനെ ഒരു ഭാഗമുണ്ട്. മേൽപ്പത്തൂർ നാരായണീയം രചിച്ചപ്പോൾ അതിലൊരു ചെറിയ പദ്യം, യശോദ അമ്മ കൃഷ്ണന് പാല് കൊടുക്കാൻ. അപ്പൊ ഭഗവാൻ വളരെ കഷ്ടപ്പെട്ട് പാല് കുടിക്കുന്നെന്നാ പറയുന്നത്. നമ്മൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ കഷ്ടപ്പെട്ട് വേണ്ടെന്ന് വിയർത്ത് അങ്ങനെയൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഭഗവാൻ പാല് കുടിക്കുക എന്തോ ഒരു വലിയ ശ്രമം പോലെയാ. അതും പറയുന്നുണ്ട് ഗോപികാ
ഗീതത്തിൽ ഭഗവാൻ പശുക്കളെ എങ്ങനെയാ മേയിച്ചുകൊണ്ട് പോകുന്നത്? ദിനപരീക്ഷയെ നീലകുണ്ടലേ വനരുണാനനം വിപ്രധാനം. 9 ലക്ഷം പശുക്കളെയാ ഭഗവാൻ മേയ്ക്കാൻ കൊണ്ടുപോകുന്നത്. 1000 ഗോപന്മാർ. ഈ പശുക്കളെ മേയ്ക്കുന്നത് വലിയ കഷ്ടപ്പാടെന്നാ പറയുന്നത്. ഭഗവാൻ എങ്ങനെയാ പശുക്കളെ മേയ്ക്കുന്നത്? അവിടെ കൊണ്ടുപോയി കാട്ടിൽ അരച്ചു വിടും. അത് കെട്ടിയിട്ടേ ഇല്ല, അതിനെങ്ങനെ വിടും? ഒരു ട്യൂൺ വായിക്കുമ്പോൾ എല്ലാം മേയാൻ പോകും, അടുത്ത ട്യൂൺ വായിക്കുമ്പോൾ എല്ലാം തിരിച്ചു വരും, ഒരു ട്യൂൺ വായിക്കുമ്പോൾ റെസ്റ്റ് ചെയ്യും. ഇതിലെന്താ കഷ്ടപ്പാട്? ഒരു മരത്തിന്റെ മേലെ കയറിയിരുന്ന് ഭഗവാൻ ഓടക്കുഴൽ എടുത്ത് വായിക്കും. ഒരു ഗീതം വായിക്കുമ്പോൾ ഇതെല്ലാം മേയാൻ പോകും, അടുത്ത പാട്ട് വായിക്കുമ്പോൾ ഇതിനെയാ പറയുന്ന കഷ്ടപ്പെട്ട് പശുക്കളെ മേയിച്ചത്. ആ കഷ്ടപ്പാട് എന്താണെന്ന് എനിക്കേ അറിയാവൂ. കാരണം ഈ ആശ്രമത്തിൽ 20 അന്തേവാസികൾ മേയ്ക്കുന്നതാണ്. അത് വലിയ ബുദ്ധിമുട്ട്. 9 ലക്ഷം പശുക്കളെ ഭഗവാൻ ഓടക്കുഴൽ നാദം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ആചാര്യന്മാർ പറയുന്നത് വലിയ കഷ്ടപ്പാട്. അപ്പൊ യശോദാദേവിയുടെ മടിയിലിരുന്ന് ഭഗവാൻ പാല് കുടിക്കുന്നു, വലിയ കഷ്ടപ്പെട്ട് പാല് കുടിക്കുന്നു. നെറ്റിയിലെല്ലാം വിയർപ്പ് തുണികൾ. യശോദ സൗന്ദര്യം നോക്കുക. ആ മനോഹരമായ ഭഗവാന്റെ മുഖം, വിടർന്ന നെറ്റി, വിൽവപ്പഴം പോലത്തെ ചുണ്ട്, ശംഖ് പോലത്തെ കണ്ണ്, താമരയിടം പോലെ ചെവി വരെ നീണ്ടു നിൽക്കുന്ന കണ്ണുകൾ, ഇത് വലിയ കഴുത്ത്, ചെവി എല്ലാം കണ്ട് ആസ്വദിച്ച് ഭഗവാന്റെ നെറ്റിയിൽ ചെറിയ 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 വിയർപ്പിന്റെ തുളി. ആ വിയർപ്പിന്റെ തുളിക്കകത്ത് ഭഗവാൻ തന്റെ രൂപം, യശോദ തന്റെ രൂപം കണ്ട് ഇങ്ങനെ ആസ്വദിക്കുക. അങ്ങനെ പാല് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അടുപ്പിൽ വെച്ച പാല് പൊങ്ങി. അതിന് ആചാര്യന്മാര് രസകരമായ ഒരു ഉദാഹരണം പറയുന്നു. ആ പാല് വിചാരിച്ചത്ര ഞങ്ങൾ കൃഷ്ണന് കുടിക്കാൻ കൊടുക്കും എന്ന് പറഞ്ഞാണ് ഞങ്ങളെ പശുവിലിരുന്ന് കറന്നത്. ഇതാ ഞങ്ങൾ അടുപ്പിൽ വെച്ചിരിക്കുന്ന കൃഷ്ണൻ നമ്മുടെ പാല് കുടിക്കുന്നില്ല എന്ന് സങ്കടം. ഇത് ആചാര്യന്മാരുടെ ഭാവനയാണ്. അതുകൊണ്ട് അടുപ്പിലുള്ള പാലിൽ ആത്മഹത്യ ചെയ്തത്. ഉടനെ യശോദാദേവി എന്ത് ചെയ്തു? കുഞ്ഞിനെ എടുത്ത് നിലത്ത് വെച്ചിട്ട് ഓടിച്ചെന്നിട്ട് ആ പാലിനെ ശ്രദ്ധിക്കാൻ പോയി. കൃഷ്ണന് ഇഷ്ടപ്പെടുവോ? പൊസസീവ്നെസ്, ചെറിയൊരു പൊസസീവ്നെസ് ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല. ഉടനെ ഭഗവാൻ എന്ത് ചെയ്തു? ഇറങ്ങി കല്ലെടുത്ത് വീട്ടിലുള്ള സർവത്ര പാല്, തൈര്, വെണ്ണ എല്ലാം അടിച്ചങ്ങ് പൊട്ടിച്ചു. എല്ലാം. ഇത് ഭാഗവതം. പക്ഷെ നാരായണീയത്തിൽ മേൽപ്പത്തൂർ എഴുതിയപ്പോ എന്താ എഴുതിയത്? കൃഷ്ണൻ ഓടക്കുഴലെടുത്ത് എല്ലാ കലവും പൊട്ടിച്ചു എന്ന്. അത് കഴിഞ്ഞ് മേൽപ്പത്തൂർ വ്യാസഭാഗവതവും നാരായണീയം താരതമ്യപ്പെടുത്തി നോക്കിയപ്പോ അയ്യോ, ഞാൻ മഹാ തെറ്റ് ചെയ്തല്ലോ. അവിടെ വ്യാസൻ കല്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഓടക്കുഴൽ കൊണ്ടുപോയി എന്ന് അദ്ദേഹം സ്വയം കുറ്റം ചെയ്തു എന്ന് പശ്ചാത്തപിച്ചപ്പോ അകത്തിരുന്ന് ഗുരുവായൂരപ്പൻ പറഞ്ഞു, മേൽപ്പത്തൂരെ ഞാൻ കല്ല് കൊണ്ട് പൊട്ടിക്കും, ഓടക്കുഴൽ കൊണ്ട് എന്റെ ഇഷ്ടം, നീ അങ്ങോട്ട് എഴുതിക്കോ. ഭഗവാന്റെ വളരെ, കൃഷ്ണനും ഭക്തജനങ്ങളും തമ്മിലുള്ള ആ ഒരു ബന്ധം വളരെ വളരെ പേഴ്സണലാണ്. ഗോവിന്ദ ജയ ജയ ബാല ജയ ജയ ഗോവിന്ദ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ബാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ. അങ്ങനെ യശോദാദേവി ദേവകി ബോധം കെട്ട് വീണു. നേരത്തെ തന്നെ പറഞ്ഞതുപോലെ വസുദേവർ എന്ത് ചെയ്തു? ഒരു മനോഹരമായ ഒരു ബാസ്ക്കറ്റിൽ ഭഗവാനെ വെച്ചിട്ട് പുറത്ത് കൊണ്ടുപോവുക. ചൂടുമുണ്ട്, തണുപ്പുമുണ്ട്, ഭയാനകമായ മഴയും പെയ്യുന്നു. 6 കാലം ഒരുമിച്ച് ശക്തമായി വീശിക്കൊണ്ടിരിക്കാൻ വസുദേവർക്ക് പേടി. ഈ കുഞ്ഞിനെ എങ്ങനെ എടുത്തുകൊണ്ട് ഗോകുലത്തേക്ക് പോകും? അപ്പൊ തന്റെ അംഗവസ്ത്രം കൊണ്ട് കുഞ്ഞിനെ മറയ്ക്കുന്നു. മഴയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അംഗവസ്ത്രം കൊണ്ട് മറയ്ക്കുന്നു. എത്ര സുരക്ഷിതമായി ഈ കുഞ്ഞിനെ ഗോകുല
പറഞ്ഞ് അദ്ദേഹം എങ്ങനെയൊക്കെയോ കാടിന്റെ ഇടയ്ക്ക് ഇതൊക്കെ നടന്ന് യമുനാ തീരത്ത് എത്തിയപ്പോ യമുന എന്തുമില്ലാത്ത രീതിക്ക് കര കവിഞ്ഞു ഭയങ്കര ശക്തമായി യമുന ഒഴുകുന്നു. വസുദേവർ വിചാരിച്ചു, എന്നെപ്പോലെ വലിയ ഒരു മനുഷ്യന് തന്നെ ഈ യമുനയുടെ ശക്തമായ പ്രവാഹത്തിൽ നീന്തിക്കടക്കാൻ സാധിക്കില്ല. ഈ കുട്ടിയെയും വെച്ചിട്ട് ഞാൻ എങ്ങനെ നീന്തിക്കടക്കും എന്ന് അദ്ദേഹം മനസ്സിൽ പ്രാർത്ഥിച്ചപ്പോ അത്രയും ശക്തമായി ഒഴുകിയ യമുന പതുക്കെ പിരിഞ്ഞ് വസുദേവർക്ക് നടക്കാനുള്ള സ്ഥലം കൊടുത്തു. ഉടനെ വസുദേവൻ യമുനയിൽ കൃഷ്ണനെയും തൂക്കിക്കൊണ്ട് നടക്കുന്ന സമയത്ത് രണ്ട് വശത്തും വെള്ളത്തിന്റെ പ്രവാഹം കൂടിക്കൊണ്ടേയിരിക്കുക. എന്തിനാ? യമുന വിരഹത്തിലാണ്. 5000 കൊല്ലമായി കൃഷ്ണന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക. നമുക്ക് അങ്ങനത്തെ ഭക്തിയൊന്നുമില്ല. നമ്മൾ തൊഴാൻ വന്നു, അമ്പലം അടച്ചിരിക്കുന്നു, 5 മിനിറ്റ് നിൽക്കും, 10 മിനിറ്റ് നിൽക്കും, ദർശനം കിട്ടിയില്ലെങ്കിൽ എന്നാൽ വേറെ അമ്പലത്തിൽ പോവാം, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ യമുന 5000 വർഷമായി ഭഗവാന്റെ വരവിനായി കാത്തിരിക്കുന്നു, കാണാൻ സാധിക്കുന്നില്ല, വിരഹം ഉണ്ടായി. അന്ന് യമുന ഉയരാൻ തുടങ്ങി. വസുദേവർക്ക് ഭയം ഉണ്ടായി തുടങ്ങി. ഈ വെള്ളത്തിന്റെ ശക്തി കൂടിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ ഞാൻ എങ്ങനെ രക്ഷിക്കും? ഉടനെ വസുദേവർ ആ ബാസ്ക്കറ്റിനെ ഉയർത്തും, വെള്ളം അല്പം പൊങ്ങും, വീണ്ടും ഉയർത്തും, വീണ്ടും പൊങ്ങും, വീണ്ടും തലയ്ക്ക് മീതെ തൂക്കി പിടിച്ച് വെള്ളം അതിനേക്കാളും പൊങ്ങി. ഇനി പൊങ്ങിയ മൊത്തത്തിൽ വെള്ളത്തിലാവും. അപ്പൊ യമുന എന്ത് ചെയ്തു? 2 വശത്തിൽ യമുന ഇങ്ങനെ വെള്ളം തെറിക്കാൻ തുടങ്ങി. ആ വെള്ളം ഭഗവാന് അഭിഷേകമായി. അതുകൊണ്ടാണ് യമുനയെ ഇന്നും ചരണതീർത്ഥം എന്ന് പറയാൻ കാരണം. യമുന മയ്യാ കീ. അപ്പോ എവിടെയിരുന്നോ അനന്തൻ വന്ന് പ്രത്യക്ഷമായി. കൊട പോലെ അനന്തൻ നിന്നു. ബാസ്ക്കറ്റിൽ കിടക്കുന്ന ഭഗവാൻ ചോദിച്ചു അനന്തന്റെ അടുത്ത്, ഇപ്പൊ ആര് വിളിച്ചു, നീ എന്തിനാ വന്നത്? അല്ല, വെള്ളം തെറിക്കുന്നത് കൊണ്ട് ഞാൻ വന്നതാ. ഭഗവാൻ അനന്തന്റെ അടുത്ത് പറഞ്ഞു, നിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ 24 മണിക്കൂറും വെള്ളത്തിലാണെന്ന് പറഞ്ഞു. മലയാളികളെ പോലെ, മലയാളികൾ വേറെ വെള്ളത്തിലാണ്. ഭഗവാൻ വന്നിട്ട്, അതായത് പ്രളയകാലം മുഴുവനും, ഒരു പ്രളയകാലം മുഴുവനും ഭഗവാൻ വന്നിട്ട് ആലിന്റെ ഇലയിൽ കിടന്നിരുന്നു. ആ ശ്ലോകമുണ്ടല്ലോ, മധു എന്താണ്? കരാരവിന്ദേന പദാരവിന്ദം പദാരവിന്ദേന വിനിവേശയന്തം വടസ്യ പത്രസ്യ. അതായത് വടവൃക്ഷത്തിന്റെ ഇലയിൽ ചിലരൊക്കെ ലോക്കറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടാവും, ഒരു ആലിലയിൽ കൃഷ്ണൻ കിടക്കുന്നത്. ഒരു ദിവസം 2 ദിവസമല്ല ഭഗവാൻ ആലിലയിൽ കിടന്നത്, ഒരു പ്രളയകാലം മുഴുവൻ. വടസ്യ പത്രസ്യ കുടേശയാനം അപ്പോ ഭഗവാൻ അനന്തന്റെ അടുത്ത് പോകാൻ പറഞ്ഞു. അങ്ങനെ ഈ രാത്രി വസുദേവർ വന്ന് കൃഷ്ണനെ ഗോകുലത്തിൽ കൊണ്ടുവന്നു. ഭഗവാന്റെ ഒരു പ്രത്യേകത, ഒരു സ്ഥലം വിട്ടു പോയ പിന്നെ അവിടെ വരുന്നതേയില്ല. മധുരയിൽ ജനിച്ചു, ഗോകുലത്തിൽ പോയി, ഗോകുലത്തിൽ ഇരുന്ന് പല വൃന്ദാവനത്തിന്റെ 12 വനങ്ങളിലേക്ക് പോയി, നന്ദഗ്രാമത്തിലേക്ക് പോയി, പിന്നെ കംസനെ കൊല്ലാൻ വീണ്ടും മധുരയിലേക്ക് വന്നു, മധുര വിട്ട് വീണ്ടും പോയി, പിന്നെ ഭഗവാൻ വന്നിട്ടേ ഇല്ല. അപ്പോ ഈ ഭക്തജനങ്ങളെല്ലാം വിരഹത്തിലാണ്. എപ്പോഴും നമ്മൾ ഗോവർദ്ധനത്തിനെ വലം വെച്ച് വരുമ്പോ അവിടെ പുഞ്ചിരി എന്നൊരു പ്രത്യേക പേരാണ്, ഒരു ഗോപന്റെ പേര് പുഞ്ചിരി എന്നൊക്കെ. ആ ഗോപന് ഒരു ക്ഷേത്രമുണ്ട്, നല്ല രസകരമാണ് ആ വിഗ്രഹം കാണാൻ. അരയിൽ കൈവച്ച് മുട്ടും കുത്തി ഇങ്ങനെ കുനിഞ്ഞു നിൽക്കും. കാരണം ഈ ഗോപൻ ദിവസവും ചൂട് കീർ പായസം കൊണ്ടുവന്ന് ഭഗവാന് കൊടുക്കും. അന്ന് ഭഗവാൻ അക്രൂരരോടൊപ്പം മധുരയിൽ പോവുക. അപ്പൊ ഈ ഗോപൻ ഓടി വന്ന് പായസം കൊടുക്കുമ്പോ ഭഗവാൻ പറഞ്ഞു, ഇല്ലല്ലോ എനിക്ക് പോണം. അയ്യോ, പായസം തണുത്തു പോകും എന്ന് ഗോപൻ പറഞ്ഞു. കൃഷ്ണ ഭഗവാൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, പായസം തണുക്കുന്ന മുമ്പേ ഞാൻ തിരിച്ചു വരാമെന്ന് വാക്ക് കൊടുത്തിട്ട് മധുരയിലേക്ക് പോയ കൃഷ്ണൻ 125 വർഷമായിട്ട് തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെയാണ് ഭഗവാന്റെ വാക്കുകളെല്ലാം. ഗീതയിൽ ഒരു മനോഹരമായ ശ്ലോകമുണ്ട്, പ്രതിജാനീഹി കൗന്ദേയ നമേ ഭക്ത പ്രണശ്യതി. അർജുന, നീ പ്രഖ്യാപിച്ചു വെല്ലുവിളിച്ച് പറയുക, എന്റെ ഭക്തർക്ക് നാശമേ ഇല്ല. അപ്പൊ അർജുനൻ ചോദിച്ചു, 700 ശ്ലോകം അങ്ങനല്ലേ പറഞ്ഞത്, ഇത് മാത്രം ഞാൻ എന്തിനാ പറയണം?
പ്രതിജാനീഹി കൗന്ദേയ, അർജുന നീ പ്രഖ്യാപിക്കേ, നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തർക്ക് നാശമില്ല. അപ്പൊ അർജുനൻ ചോദിച്ചു, ഇതും ഭഗവാൻ പറഞ്ഞാൽ പോലെ, ഇത് മാത്രം എന്നെ കൊണ്ട് എന്തിനാ പറയിക്കുന്നേ? കൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ ചിലപ്പോൾ പാലിക്കില്ല, പക്ഷെ എന്റെ ഭക്തജനങ്ങൾ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അത് തീർച്ചയായിട്ടും പാലിക്കും. ഭഗവാൻ പറഞ്ഞു, പായസം തണുക്കുന്ന മുമ്പേ വരാമെന്ന് പറഞ്ഞിട്ട് പോയി. 125 വർഷമായി വന്നിട്ടേ. അവിടെ എപ്പോഴും ആ ഗോപൻ വിരഹത്തിൽ കാത്തിരിക്കുന്ന ക്ഷേത്രമുണ്ട്. വൃന്ദാവന ക്ഷേത്രങ്ങളെല്ലാം വിരഹഭാവത്തിലാണ്. രാധാറാണിയെ വിട്ട് 10 വയസ്സിൽ പിരിഞ്ഞു. ഈ നന്ദഗോപനും യശോദയെ വിട്ട് ഭഗവാൻ പിരിഞ്ഞു. അവരെല്ലാം ഭഗവാന്റെ കഥകൾ മാത്രം കേട്ട് അവർ ഹൃദയത്തിൽ ആ ഒരു ആസ്വാദനം അനുഭവിക്കുകയായിരുന്നു. ഇവിടെ ഇരിക്കുന്നതിൽ ബോറടിക്കുന്നു, ഇഷ്ടമില്ലാതെ ഇരിക്കുന്നത്? എത്ര പേർ കഥകളെല്ലാം ഇഷ്ടമായി? ഉറങ്ങി കേൾക്കുന്ന നമുക്ക് ഇത്ര ഇഷ്ടമാണെങ്കിൽ ഇത് നേരിട്ട് കണ്ടും അനുഭവിച്ച ആ ഭക്തജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ശ്രീമദ് ഭാഗവതം പറയുന്നു, നിത്യ ഉത്സവം, ദിവസവും ഉത്സവമായിരുന്നു, പല തരത്തിലുള്ള ലീലകൾ. ഒരു ദിവസം കൃഷ്ണ ഭഗവാൻ തന്റെ പശുക്കിടാവിനെ, ഈ കഥയുടെ പേര് മുക്തചരിത. രഘുനാഥ ദാസഗോസ്വാമി ഇതിനെ കവിതയായി രചിച്ചിട്ടുണ്ട്, മുക്തചരിത. ഒരു ദിവസം കൃഷ്ണ ഭഗവാൻ തന്റെ പശുക്കിടാവിനെയും വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ ഗോപികമാരെല്ലാം ഇരുന്നിട്ട് മുത്തുമാല, അതായത് റിയൽ പേള് കൊണ്ട് മാല കോർത്തുകൊണ്ടിരിക്കുകയാണ്. പല തരത്തിലുള്ള അലങ്കാരത്തിനായി. വീട്ടിൽ എന്തോ ഒരു വിശേഷമാണ്, സൂര്യന്റെ പൂജയോ ഇന്ദ്രൻ എന്തോ ഒരു പൂജയാണ് വീട്ടില്. അതിനുവേണ്ടി പേള് ഫുൾ മാല, പല അലങ്കാരം, നല്ല നല്ല രസകരമായ മുത്തുക്കൾ കൊണ്ട് മാലകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണ ഭഗവാൻ ചോദിച്ചു, 4 മുത്ത് തരുമോ? എനിക്ക് എന്റെ പശുവിന്റെ കഴുത്തിൽ കൂടെ കേട്ടാണ്. എത്ര മുത്ത് ചോദിച്ചു? 4 മുത്ത്. ഗോപികമാർ വിചാരിച്ചു, ഞങ്ങളെ എന്നും നീയല്ലേ കളിപ്പിക്കുന്നത്? കാരണം ഈ കൃഷ്ണൻ കാരണം ഇവർക്ക് പാലിന്റെ കലം, തൈരിന്റെ കലം എടുത്തിട്ട് എവിടെയും പോകാൻ പറ്റില്ല, അങ്ങോട്ട് തിരിയാൻ എന്നും ഉപദ്രവമാണ്. ഈ രാജസ്ഥാനി, ഗുജറാത്ത് കാണാൻ തന്നെ രസം. നിങ്ങളതൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ടിവിയിലൊക്കെ. തലയിൽ ഒരു 3 കലം ഉണ്ടാവും, കണ്ടിട്ടുണ്ടോ? കയ്യിലൊരു 3-4 കലം ഉണ്ടാവും. ഇപ്പുറത്തൊരു കുട്ടിയും കാണും. എല്ലാം കൂടെ ആയിട്ട് ഇവരിതെല്ലാം തൂക്കിക്കൊണ്ടിരുന്ന് നടക്കുക. അത് ബാലൻസിങ് ബുദ്ധിമുട്ടാണ്. നമുക്ക് പറ്റുമോ? മര്യാദയ്ക്ക് നടന്നാൽ തന്നെ ഈ പടിക്ക് 10 പ്രാവശ്യം താഴെ. ഇത്രയും കലം വെച്ച് ഇതെല്ലാം വെച്ച് അവർ നടന്നു പോകുമ്പോൾ ഈ ഗോപന്മാർ മുഴുവനും മരത്തിൽ കയറി ഇരുന്നിട്ട് കല്ല് കൊണ്ട് ഓരോ കലമായിട്ട് പൊട്ടിക്കും. അപ്പൊ ഈ ഗോപസ്ത്രീകൾക്ക് എത്ര ദേഷ്യം വരില്ല. ഒരു ദിവസം ഇവരെല്ലാം കൂടെ കൃഷ്ണനെ പിടിച്ചിട്ട് പറഞ്ഞു, ഇത് അത്ര നിസ്സാര കാര്യമെന്ന് വിചാരിച്ചോ ഈ പാൽക്കലമൊക്കെ കൊണ്ടുപോകുന്നത്? കൃഷ്ണൻ പരിഹസിച്ചു. ഈ 14 ലോകവും അണ്ടചരാചരവും എന്റെ വിരൽത്തുമ്പിൽ നിൽക്കുകയാണ്, പിന്നെയാണ് ഒരു പാലിന്റെ കലം. ഗോപസ്ത്രീകൾ പറഞ്ഞ അതൊക്കെ എളുപ്പ, പാൽക്കലം കൊണ്ടുപോകുന്നതാ ബുദ്ധിമുട്ട്. ഈ അണ്ടചര, ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നു, ഏകാംശേന സ്ഥിതോ ജഗത്, ഈ പ്രപഞ്ചം മുഴുവനും എന്റെ ശക്തിയുടെ ഒരു ചെറിയ അംശത്തിലാണ് ഞാൻ അതിനെ നിലനിർത്തി വെച്ചിരിക്കുന്നത്. ഗോപികമാര് പറഞ്ഞ അത് ഈസിയാ,
ഈ പാൽക്കലം തൂക്കിയിട്ട് പോകുന്നതാ ബുദ്ധിമുട്ട്. കൃഷ്ണൻ പറഞ്ഞു, എത്ര പാൽക്കലം തൂക്കണം? 100 ഞാൻ തലയിൽ വെച്ച് തൂക്കാം. അത്രയൊന്നും വേണ്ട, 3 തൂക്കിയാൽ മതി. ഉടനെ ഭഗവാന്റെ തലയിൽ 3 പാൽക്കലം വെച്ച് കയ്യിലൊന്ന് കൊടുത്തു, നടക്കാൻ പറഞ്ഞു. കൃഷ്ണൻ നടക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം രാധാറാണി ഗോപികമാർ, അങ്ങനെയല്ല, ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, ഞങ്ങളെപ്പോലെ പാവാട എടുത്തിട്ട് വേണം നടക്കാൻ. അതിൻ്റെ സർക്കംഫറൻസിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് എനിക്കിത് സത്യമാണോ കള്ളമെന്ന് അറിഞ്ഞൂടാ, ഡാൻസ് കളിക്കുന്നവരുടെ സർക്കംഫറൻസ് വലുതായിരിക്കും. ഈ പാവാടയെ അടിയത്തെ വട്ടം, ഈ ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ അതിന് ആ വട്ടം വലുതായിരിക്കും. പക്ഷെ വീട്ടിൽ അച്ചടക്കത്തോടെ ഇരിക്കുമ്പോൾ ഇതിന്റെ വട്ടം എന്തായിരിക്കും? ചെറുത്. കാരണം കാല് അടുത്തടുത്ത് അങ്ങനെ വെച്ച് നടക്കണം. എന്തോ സൈക്കോളജി എനിക്കറിയില്ല. രാധാറാണി പറഞ്ഞു, സ്കേർട്ട് കൊടുത്തിട്ട് വേണം നടക്കാൻ. ഭഗവാൻ പാവാട ഒളിപ്പിച്ചു കൊടുത്തു. അതിന് വട്ടവും കുറവാണ്. തലയിൽ കലം വെച്ചു, ഒരു സ്റ്റെപ്പ് പോലും എടുത്ത് വെക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ പുറത്ത് ഇവർ കല്ല് പറക്കി ഓരോ കലമായിട്ട് പൊട്ടിക്കാൻ തുടങ്ങി. ലോകപരാജയമായിരുന്നു അന്ന് ഭഗവാൻ. ഗോപികമാർ നാണം കൊണ്ട് മുഖമെല്ലാം ചുവന്നു. അപ്പൊ ഗോപികമാർ പറയാ, ഞങ്ങളെയല്ലേ എന്നും നീ ഉപദ്രവിക്കുന്നത്? അതുകൊണ്ട് ഇന്ന് കൃഷ്ണൻ വന്ന് ചോദിച്ചു, എന്താ യാചിച്ചത് ഗോപസ്ത്രീകളെടുത്ത് ഭഗവാൻ? 4 മുത്ത്. ഗോപികമാർ പറഞ്ഞു, തരില്ല. ഈ 4 മുത്ത് നിനക്ക് വേണമെങ്കിൽ ഭൂമി മുഴുവനും എല്ലാ പുണ്യ നദികളും പുണ്യ സ്ഥലം എല്ലാം ചെന്ന് വലം വെച്ച് കുളിച്ചിട്ടൊക്കെ വന്നാലേ തരുള്ളൂ. ഭഗവാൻ ദേഷ്യം വന്നു. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, 1 മുത്ത് എനിക്ക് താൻ, ഞാൻ 10 മിനിറ്റിൽ തിരിച്ചു തരാം. അപേക്ഷിച്ച് യാചിച്ചു. അതുകൊണ്ടാ വൃന്ദാവനത്തില് ഭഗവാൻ ബോസ് അല്ല. അവിടെ ആരാണ് ബോസ്? ശ്രീമതി രാധാറാണിക്ക്. നിങ്ങൾ എത്ര പേരുടെ വീട്ടിൽ അങ്ങനെ നടക്കാറുണ്ട്? ഭക്താക്കന്മാർ ബോസ് അല്ല. ചോദിച്ചപ്പോൾ ചിലർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു, കൈ തൂക്കണം. രാധാറാണിയാണ് കംപ്ലീറ്റ് കൺട്രോൾ അവിടെ. അപ്പോ അവസാനം ഭഗവാൻ മുഴുവൻ ദിവസം സന്ധ്യ വരെ അപേക്ഷിച്ചത് കൊണ്ട് ഇവർ 1 മുത്തം എടുത്ത് കൊടുത്തു. വെച്ചോണം 1, അത് തിരിച്ചു തരണം. കൃഷ്ണ ഭഗവാൻ എന്തെങ്കിലും കൂട്ടുകാരെല്ലാം വിളിച്ചു, മധുമംഗള, ശ്ലോക കൃഷ്ണ എല്ലാരെയും വിളിച്ചിട്ട് അവിടെ ചെന്ന് എല്ലാരും കാണവേ യമുനാ തീരത്ത് ഇരുന്ന് ആ 1 മുത്തിനെടുത്ത് യമുനാ തീരത്ത് കുഴിച്ചു വെച്ച് പാലും പഞ്ചാമൃതം എല്ലാം കൊണ്ടുവന്ന് അതിൽ ഒഴിച്ച് ഒരേ മന്ത്രജപം. കൃഷ്ണനും കൂട്ടുകാരും ആഹാ ഓഹോ മന്ത്രത്തോട് മന്ത്രജപം. ഈ മന്ത്രജപം ചെയ്യുന്തോറും കൺമുമ്പേ ഒരു ചെറിയ മരം പൊടിച്ച് വളർന്നു. നിമിഷ നേരത്തിനകത്ത് ഈ മരവും വളർന്ന് അതിൽ 100 ശാഖകൾ, 1000 ശാഖകൾ. കൺമുമ്പേ ആ മരം മുഴുവനും മുത്തുകൾ, കംപ്ലീറ്റ് പേൾസ്, ഫുൾ മുത്തുകൾ. അതിൽ ഒന്ന് പറഞ്ഞു, ഗോപ നിങ്ങൾ പിടിച്ചോ. അപ്പൊ എല്ലാവരും നോക്കിയപ്പോ അവർ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനത്തെ മുത്തുക്കളെ കണ്ടിട്ടില്ല, അതിമനോഹരമായി. അപ്പൊ ഈ ഗോപികമാരെല്ലാം വന്ന് ചോദിക്കാൻ തുടങ്ങി, ഞങ്ങൾക്ക് 4 തരുമോ? ഞങ്ങൾക്ക് ഒന്നും ആർക്കില്ല. അപ്പൊ രാധാറാണി പറഞ്ഞു, എന്തിനാ കൃഷ്ണന്റെ അടുത്ത് ചെന്ന് യാചിക്കുന്നത്? യാചിക്കും തോറും പുള്ളി ഭഗവാൻ നമ്മളെ പരിഹസിക്കും, ഇത് ചെയ്യും. അതൊന്നും വേണ്ട, നമുക്ക് ഈ മരം നട്ടുവെക്കാന്ന് പറഞ്ഞ് ഈ ഗോപികമാർ എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് കിട്ടിയ മുത്തുക്കളെ മൊത്തം കുടിച്ചു വെച്ചു. ഉള്ള അറിയാവുന്ന മന്ത്രമെല്ലാം പാടി വെള്ളം ഒഴിച്ച് ഒരു അനക്കവുമില്ല, ചെടിയും ഇല്ല, ഇലയും ഇല്ല, ഒന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ മണ്ണൊക്കെ മാറ്റി ഈ മുത്തെടുക്കാൻ മുത്തിനെ കാണാനില്ല. ഇപ്പൊ വീട്ടിൽ ചെന്ന് എന്ത് പറയും? അമ്മമാര് ചോദിക്കും, മാല കെട്ടാൻ കൊടുത്തു വിട്ടതാ, ഇനിയിപ്പോ എന്ത് പറയും? എല്ലാ ഗോപസ്ത്രീകളും പേടിച്ച് ഭഗവാന്റെ അടുത്ത് ചെന്ന് യാചിച്ചു. ഭഗവാൻ പറഞ്ഞു, ഡാൻസ് ചെയ്താൽ തരാം. പാട്ടുപാടിയ അന്ന് ഗോപസ്ത്രീകളെ വെളുക്ക ഭഗവാൻ ഹറാസ് ചെയ്തു. നിത്യ ദിവസവും ഓരോ ലീലകളാണ് അവിടെ വൃന്ദാവനത്തിൽ.
ദശമസ്കന്ധം 31-ാം അധ്യായമുള്ള സത്സംഗം നടക്കുന്നു. അതിന്റെ തുടർച്ച ദശമസ്കന്ധം 31-ാം അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകം. സന്ധ്യയ്ക്ക് തിരിച്ചു വരും. ഇതിന് മുമ്പത്തെ ശ്ലോകത്തിൽ പറയുന്നു, അമ്മ മനോഹരമായി ഭഗവാനെ അലങ്കരിച്ചാണ് വിടുന്നത് കാട്ടിലേക്ക് പശുക്കളെ മേയ്ക്കാൻ. ഈ പോയിട്ട് രാത്രി സന്ധ്യയ്ക്ക് തിരിച്ചു വരുമ്പോൾ മൊത്തം പൊടിയായിരിക്കും. ചില കുഞ്ഞുങ്ങളെ വെള്ളയിട്ട് സ്കൂളിൽ അയച്ചാൽ വൈകുന്നേരം ബ്രൗൺ കളറിൽ തിരിച്ചു വരും. അല്ലെ, പല വീട്ടുകളിലും സംഭവിക്കുന്നതാണ്. കൃഷ്ണ ഭഗവാൻ മയിൽപ്പീലി തൊട്ട് കാല് വരെ മണ്ണിൽ ഈ 2 കണ്ണ് മാത്രമേ കാണുള്ളൂ. അത്ര പൊടിപ്പിച്ചാണ് തിരിച്ചു വരുന്നത്. പശുക്കളോട് കളിച്ച്, ഗോപന്മാരുടെ കൂടെ കളിച്ച്, യമുനയിൽ കുളിച്ച് എല്ലാം പൊടിപ്പിച്ച് തിരിച്ചു വരും. അപ്പോ ഈ ഗോപസ്ത്രീകൾ വൈകുന്നേരം കൃഷ്ണന്റെ വരവിനായി കാത്തിരിക്കുക. തിരിച്ചു വരുന്നു. അപ്പൊ രാവിലെ തൊട്ട് ഒരു ദിവസം പോലും അവർക്ക് ഭഗവാനെ വിട്ട് പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല. ത്രുതിയുഗായതേ ത്വാം പശ്യ. ത്രുതി എന്ന് പറഞ്ഞാല് നമ്മൾ മലയാളത്തിൽ പറയില്ലേ, പെട്ടെന്നാവട്ടെ എന്ന് പറയും. ഇത് സെക്കൻഡ്. മലയാളത്തിൽ എന്താ പറയാ, നാളിക സെക്കൻഡ് ഇംഗ്ലീഷിലാണ്. ഈ സമയത്തിന് 14 മൂന്നായിട്ട് ഈ ടൈമിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത ക്ഷണം, അതിനെ വീണ്ടും 14ആയിട്ട് ഡിവൈഡ് ചെയ്ത ത്രുതി. അപ്പൊ അതിന് നമുക്ക് ആ ഒരു സമയത്തിന് വിശദീകരിക്കാൻ പറ്റില്ല. ത്രുതി എന്ന് പറയുന്ന ചെറിയ സമയം. ആ ത്രുതി നേരം ഭഗവാനിൽ നിന്ന് പിരിയുന്നത് യുഗമായി മാറുന്ന പോലെ തോന്നുന്നത്ര. ആലോചിച്ച് നോക്കണം അവരെ വിരഹം. നമുക്കൊന്നും ആ സമയത്തിനെ കണക്കിലെടുക്കാനേ പറ്റില്ല. ആ സമയം ഒരു യുഗം പോലെ. ചൈതന്യ മഹാപ്രഭു ഇതേ ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. യുഗായുധം നിമീഷേന ചക്ഷുഷാ പ്രാവൃഷായുധം ശൂന്യായുധം ജഗത് സർവം ഗോവിന്ദ വിരഹേണ. ഗോവിന്ദന്റെ വിരഹത്തില് ആ നിമിഷം ഒരു യുഗമായി തോന്നുന്നു എന്നാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്. പക്ഷെ ഗോപികമാർ അതിനും ഫൈനൽ എന്താ പറയുന്നത്, ത്രുതി. അത്രയും നേരം പോലും നമുക്ക് ഭഗവാനെ വിട്ട് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ഇതൊന്നും അറിയാതെ ഒരു പുതിയ ഗോപിക കല്യാണം കഴിച്ച് വൃന്ദാവന ഗ്രാമത്തിൽ, അന്നൊക്കെ എന്ന് പറഞ്ഞാല് ഇന്നത്തെ പോലെ 10 വയസ്സ് 8 വയസ്സ് 11 വയസ്സിലൊക്കെ കല്യാണം. നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാമം എന്ന് പറയുന്ന സാധനമേ അവിടെ ഇല്ല. ഭഗവാന് 8 വയസ്സ്, ഗോപികമാർക്ക് 7 വയസ്സ് 6 വയസ്സ്. ആ ഒരു പ്രായത്തിൽ ശുദ്ധമായ പ്രേമം മാത്രമേ ഉള്ളൂ. നമ്മുടെ മനസ്സുകളിലുള്ള കാമം എന്ന് പറയുന്ന സാധനമേ അവിടെ ഇല്ല. അപ്പൊ ഒരു പുതിയ ഗോപസ്ത്രീ കല്യാണം കഴിച്ചു വരികയാണ്. വരുമ്പോ രാവിലെ ആയപ്പോ മറ്റു ഗോപസ്ത്രീകളെല്ലാം തിരക്ക് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ട. അപ്പൊ ഇവര് ചോദിക്കുക, ഈ പുതിയ ഗോപ എന്തിനാ നിങ്ങൾക്ക് ഇത്ര തിരക്ക് വെച്ച് ഓടുന്നത്? അത് രാവിലെ ഇത്ര സമയത്തിന് ഒരു കറുത്ത പാമ്പ് ഈ വഴിയെ കാട്ടിപ്പോകും. ദയവീത് ആ പാമ്പിനെ നോക്കിക്കളയും. അത് കടിച്ചാൽ മാത്രം വിഷം, അതിനെ കണ്ടാൽ തന്നെ വിഷമാണ്. നിന്റെ ജീവിതം നശിച്ചു പോകും. അപ്പൊ ഈ ഗോപസ്ത്രീ പേടിച്ച് വാതിലെല്ലാം അടച്ച് എല്ലാം ഉള്ളിൽ കയറിയിരിക്കാം. ഈ പറഞ്ഞ സമയമായപ്പോ ആരെല്ലാം പറഞ്ഞു അവരെല്ലാം വാതിലിൽ ജനലിൽ ഫ്രണ്ടിൽ ഓടിപ്പോയി കാണാൻ വേണ്ടി പോകും. അപ്പൊ ഈ പുതിയ ഗോപസ്ത്രീക്ക് കൺഫ്യൂഷൻ. പാമ്പ് പോകുമെന്നോ, ആ കറുത്ത പാമ്പ് കടിക്കും, എന്റെ ജീവിതം നശിക്കും എന്നൊക്കെ പറഞ്ഞ ഇവരെന്തിനാ ആ സമയമായപ്പോ വാതിലിൽ ഓടിയത്? അപ്പൊ ഈ ഗോപസ്ത്രീ എന്ത് ചെയ്തു? പതുക്കെ ആരും കാണാതെ ചെന്നിട്ട് വാതിലിന്റെ ഇടവഴി ചെറിയ
ചെറിയ ദ്വാരത്തിൽ കൂടെ ഇതെന്താ സംഭവിക്കും, കാത്ത പാമ്പ് എന്താണെന്ന് കാണാൻ വേണ്ടി പോയി. ആ കൃത്യസമയമായപ്പോൾ ജയഘോഷങ്ങൾ, 1000 ഗോപന്മാർ, 1ഉം 2ഉം അല്ല, 1000. ചിലത് ആകാശത്തിൽ സോമർസം പള്ളിക്കട്ടിക്കുന്നു, ചിലത് കൃഷ്ണ ബലരാം. അത് ഭാഗവതം പറയുന്നു, സഹരാമേണ കേശവ, രാമനോടൊപ്പം തോളിൽ കൈയിട്ടിട്ട് കേശവനും വനത്തിൽ പോകുന്ന ഒരു വെള്ളപ്പാമ്പ്, ഒരു കാട്ടപ്പാമ്പ്. കൂട്ടുകാരെല്ലാം സന്തോഷം കൊണ്ട് ആകാശത്തിൽ മറഞ്ഞു വീഴുന്നു. ആചാര്യന്മാർ പറയുന്നു, ചിലത് കാലിൽ ലാൻഡ് ചെയ്ത്, ചിലത് തലയിൽ ലാൻഡ് ചെയ്തു. തലകുത്തിന് വീണു, ചറയുന്നില്ല. എല്ലാവരും ആനന്ദത്തിൽ പോകുന്നു. ഇവരുടെ പുറകിൽ 9 ലക്ഷം പശുക്കിട. എത്ര എണ്ണം? 9. ചിലർ ഫ്രണ്ട് കാലിൽ ഡാൻസ് ചെയ്യുന്നു, ചിലത് ബാക്ക് കാലിൽ ഡാൻസ് ചെയ്യുന്നു. പശുക്കിടാക്കൾ 9 ലക്ഷം അങ്ങോട്ട് വനത്തിലോട്ട് പോവുക. ഇപ്പൊ ഇതെല്ലാം ഗോപസ്ത്രീ. ഈ സന്ധ്യയ്ക്ക് കൃഷ്ണൻ തിരിച്ചു വരുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ അവരെല്ലാം ആസ്വദിച്ച് വിരഹത്തിൽ തിരിച്ചു വന്നപ്പോ ഈ പുതിയ ഗോപസ്ത്രീ വിവാഹം കഴിഞ്ഞ ആ നാട്ടിൽ ആദ്യമായിട്ട് വന്നത് ആ ദ്വാരത്തിൽ കൂടെ നോക്കുക. ഇങ്ങനെ ഒരു സൗന്ദര്യം ഇന്ന് വരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആൾവാർമാർ കൃഷ്ണന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് ആറാവമുതൽ എന്നൊരു തമിഴ് വാക്കാണ്. എന്ന് വെച്ചാൽ എത്ര ആ സന്തോഷം അനുഭവിച്ചാലും ഒരിക്കൽ മതി എന്ന് തോന്നത്തില്ല. നമുക്ക് എല്ലാവർക്കും പായസം ഇഷ്ടമാണ്. എത്ര ഗ്ലാസ് കുടിക്കും? 1, 2, 10, 20 കുടിക്കുകയാണ്. കാരണം കുറച്ച് കഴിയുമ്പോൾ ഒരുപാട് സ്വീറ്റ് ആകുമ്പോൾ നമുക്കൊരുമാതിരി മതിയെന്ന് തോന്നും. പക്ഷെ കൃഷ്ണൻ എന്ന് പറയുന്ന മധുരം എത്ര എടുത്താലും മതിയെന്നേ തോന്നില്ല. അങ്ങനെ ഈ ഗോപസ്ത്രീകളെല്ലാം തിരിച്ചു വരുമ്പോൾ ആരോ വാതിൽ ശില പോലെ ഒട്ടിപ്പിടിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പൊ ഗോപികമാർ ചോദിച്ചു, എന്ത് പറ്റി ഇവൾക്ക്? മറ്റുള്ളവർ വന്ന് അതിനെ പാമ്പ് കഴിച്ചു. ഇനി ആ ഗോപസ്ത്രീയുടെ ജീവിതം ഇതാണ്. കാരണം ഭഗവാന്റെ വരവിനായി അങ്ങനെ കാത്തിരിക്കുന്നു. ഈ ശ്ലോകത്തിൽ അങ്ങനെ ഭഗവാൻ വനത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് ആ വരവിന് വേണ്ടി കാത്തിരിക്കുക. ഇതിൽ ഗോപസ്ത്രീകൾ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുണ്ടിലകുണ്ടലം ശ്രീമുഖം കൃഷ്ണനെ കാണാൻ തന്നെ അത്രയും സൗന്ദര്യം. ഇതിൽ ഇനിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാല് ഗണരജസ്വലം, എല്ലാം ചുരുണ്ട മുടിയ. ഫസ്റ്റ് ഫുള്ള് പൊടി. വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ മൊത്തത്തിൽ കാണാൻ പറ്റില്ല. ശരീരത്തിൽ ഏത് ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ? കണ്ണുകൾ മാത്രം. പക്ഷെ കൃഷ്ണന്റെ ഇനിയൊരു എന്താ വെച്ചാൽ ഗണരജസ്വലം, മുടിയൊക്കെ ഇങ്ങനെ ഞാൻ രാവിലെ പറയുന്നുണ്ടായിരുന്നു. അതൊരു നാച്ചുറൽ ഭഗവാന്റെ ഫുൾ ചുരുണ്ട മുടിയാണ്. രാധാറാണിക്ക് ഫുൾ ചുരുണ്ട്. ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് അത് അറിഞ്ഞൂടാതെ എടുത്ത് അയൺ ചെയ്തെല്ലാം ഫുൾ ചുരുണ്ട മുടി ഭഗവാന്റെ ഘനരജസ്വലം. ഇത് ആ 2 കണ്ണേ കാണാൻ പറ്റുന്നുള്ളൂ. അതിന്റെ ഫ്രണ്ടിൽ കൂടെ ഇത് വന്ന് നിൽക്കും. അതുകൊണ്ട് ദർശനം എടുക്കാൻ പറ്റുന്നില്ല. ഘനരജസ്വലം ദർശനം, ആ ദർശനം അവർക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. ആ കുട്ടിയുടെ കുണ്ടലം, ആ ചുരുണ്ട മുടികളൊക്കെ കിടക്കുന്നു. ശ്രീമുഖം ചത്യ, ബ്യൂട്ടിഫുൾ ഭഗവാന്റെ ഫേസിനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ കാണാൻ ശ്രമിക്കുമ്പോൾ പൊട്ട ബ്രഹ്മാവ്. ജഡം എന്ന വാക്കാണ് അവർ ബ്രഹ്മാവിനെ വിളിക്കുന്നത്. ഗോപികമാർ ബ്രഹ്മാവിനെ എങ്ങനെയാണ് വിളിക്കുന്നത്? ജഡം ഉദ്ദീക്ഷതാപ. ജഡം എന്താണ്? കാണാൻ പറ്റുന്നതേ വലിയ ബുദ്ധിമുട്ട്. അങ്ങനെ കാണാൻ നോക്കുമ്പോൾ ഓരോ സെക്കൻഡിൽ കൺപോഴം അടച്ചോട്ടെ. ഏത്? ഈ അയ്യോ, അതിനുവേണ്ടി ബ്രഹ്മാവിനെ ചെയ്ത് വെച്ചു. എന്ത് വിഡ്ഢിയായ സൃഷ്ടികർത്താവാണ് ഈ ബ്രഹ്മാവ്. കണ്ണ് ഇതില്ലാതെ ഉണ്ടാക്കിക്കൂടെ സന്തോഷമായിട്ട് ഭഗവാനെ കാണാതിരുന്നത്? ആലോചിച്ച് നോക്കണം അവരുടെ ഭക്തിയുടെ ആൾ. നമുക്കും കൺപോഴയും ഇത് അടയ്ക്കും തുറക്കും എന്തൊക്കെയോ സംഭവം. നമുക്കതിനെ കുറിച്ച് ഏതെങ്കിലും ബോധമുണ്ടോ? ബ്രഹ്മാവിനെ ശപിക്കുന്നു. ജഡദീക്ഷതാം പക്ഷൃഷം. ഞങ്ങൾക്ക് ഈ കണ്ണുകൾ കൊണ്ട് ദർശനം എടുക്കാൻ പറ്റുന്നില്ല. ജഡം, പൊട്ടനായ ബ്രഹ്മാവ്. ഇങ്ങനെയാണ് കണ്ണുണ്ടാക്കുന്നത്. ദൈവം ഈശോടെ സൂക്ഷിച്ചു വേണം നമ്മൾ പാടാൻ.
പതി പതി സുതാൻവയ ഭ്രാതൃഭാന്തവാൻ. പതി ഹസ്ബൻഡ്, സുത കുഞ്ഞുങ്ങള്, പിന്നെ അന്വയ മറ്റ് ഇതര ബന്ധുജനങ്ങള്, ഭ്രാതൃ സഹോദരന്മാർ, ഇവരുടെയൊക്കെ അവിടെ കുടുംബത്തോടായിരിക്കും. ഇതൊരു നല്ല കാര്യമാണ്. കണ്ടില്ല ഗോപികമാർ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? ബ്രദർ ഉണ്ടായിരുന്നു, അച്ഛൻ ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. ഇന്ന് വീട്ടില് ഞാനും എൻ്റെ ഭർത്താവും കൊല്ലുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനും കൊല്ലുന്നു, അതും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ മാത്രം. പക്ഷെ ഗോപികമാർ എങ്ങനെയായിരുന്നു? കുടുംബസമേതം ഭർത്താവ്, കുഞ്ഞുങ്ങള്, സഹോദരന്മാരെല്ലാരുമായിട്ട് നിശി. സമയപ്പോഴാ? അർദ്ധരാത്രി നിശി. ആ സമയത്ത് അവർ പല പല വീട്ടിലുള്ള കാര്യങ്ങൾ, ചിലർ ഭക്ഷണം കഴിക്കുമായിരിക്കും, ചിലർ ഉറങ്ങുമായിരിക്കും, പല വീട്ടിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിൽ ഈ ഗോപികമാർ ആരെയാണ് ഗതി? ഗതി എന്ന് വെച്ചാൽ ഡെസ്റ്റിനേഷൻ, എന്റെ ലക്ഷ്യം. അന്ത്യമായ ഗതി, എന്റെ പരമഗതി. എന്റെ ഇപ്പോ ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തർക്കെല്ലാം ഒരു ലക്ഷ്യം. ഞാൻ ചോദിക്കുക, എത്ര പേർക്ക് ഭഗവാന്റെ ലോകത്ത് പോകണം? എല്ലാവർക്കും. എത്ര പേർക്ക് ഇന്ന് പോകണം? പകുതി കയ്യിൽ. ഇന്ന് വേണ്ട, പിന്നെ പകുതി കഴിയാണ് അല്ലേ? പക്ഷെ ഗോപികമാര് അന്ത്യമായ ലക്ഷ്യമായി ഭഗവാനെ ആക്കി വെച്ചിരിക്കുക. അവരുടെ ഹൃദയത്തിൽ വേറെ ഒന്നുമില്ല. അങ്ങനെ ഉള്ളപ്പോഴാണ് എന്താ സംഭവിച്ച? ഡെഡ് ഓഫ് ദ നൈറ്റില് അർദ്ധരാത്രി മനോഹരമായ ഒരു ഓടക്കുഴൽ നാദം. പല പല കാര്യത്തിൽ ഈ ഗോപികമാരിക്കുക. അപ്പൊ ഭഗവാൻ എന്തെയും ആ ഫ്ലൂട്ട് വായിച്ചു കഴിഞ്ഞാല് എല്ലാ ഭക്തജ ഗോപന്മാർ, ഗോപസ്ത്രീകള്, പശുക്കിടാക്കള്, വ്രജവാസികൾ എല്ലാവരും ഏത് ദിശയിൽ നിന്നാണ് ആ ഓടക്കുഴൽ നാദം വന്നത്, ആ ദിശയിലേക്ക് മത്ത് പിടിച്ച് ഭ്രാന്തരെ പോലെ ഓടാൻ തുടങ്ങി. ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും, ഭക്തി എന്ത് ഇത്ര ഭ്രാന്താണ്? ആ ഭ്രാന്ത് എല്ലാവർക്കും ഉണ്ട്. ഇതൊക്കെ ഇവിടെ എത്ര പേര് കൂടിയിരിക്കുന്നു. പെട്ടെന്ന് നമ്മുടെ മോഹൻലാൽ വന്നു. ഇവിടെ ആരെങ്കിലും കേൾക്കുന്നതാണ് വിചാരിക്കുന്നത്. ഇതെല്ലാവരും ഫോൺ എടുത്തിട്ട് ഫോട്ടോ എടുക്കാം. അപ്പൊ ഭ്രാന്തുണ്ടോ? ഇല്ല. സാധാരണ ഭൗതിക ലോകത്തിൽ അസുഖങ്ങൾ, ജനന മരണത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരുടെ ഇത്രയും ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ, ഈ 7-14 ലോകമണ്ഡ ചരാചരം ചലിക്കുന്നതും ചലിക്കാത്തതും സർവത്ര സൃഷ്ടിയും സൗന്ദര്യത്തിന്റെയും ഉറവിടമായ ഭഗവാന്റെ അടുത്ത് അട്രാക്ഷൻ ഇല്ലാതിരിക്കുമോ? ആകർഷണത്തി ഇതി കൃഷ്ണ, ഏവരെയും ആകർഷിക്കും. ശ്രീകൃഷ്ണചന്ദ്ര ഭഗവാൻ. അപ്പോ രാത്രി ഇവരെല്ലാം വിട്ടിട്ടങ്ങ് ഓടി. ഏത് ദിശയിൽ നിന്നാണോ ഓടക്കുഴൽ നാദം വന്നത്, ആ ദിശയെ നോക്കി മത്ത് പിടിച്ചതുപോലെ ഇവിടെ ഓടിയപ്പോ ഭഗവാൻ എന്തെങ്കിലും ഗോപികമാര് വരുന്നത് കണ്ട ഉടനെ രൂപമെല്ലാം മാറി. 4 കൈ, ശംഖ, ചക്ര, ഗദാ, പത്മം, ശാന്താകാരം, സുരേശം, വിഷ്ണു നാരായണനായി മാറി. കൃഷ്ണ ഭഗവാനും നാരായണനും തമ്മിൽ വലിയ വ്യത്യാസമില്ലെങ്കിലും ഭാവത്തിൽ വ്യത്യാസമുണ്ട്. എല്ലാ ദൈവം ഒന്നാണ് എന്നും പറഞ്ഞ് യശോദ വിചാരിച്ചാൽ നരസിംഹത്തിന് തൂങ്ങി കെട്ടി വെക്കാൻ പറ്റും അല്ലേ? ഭാവത്തിൽ വ്യത്യാസമുണ്ട്. നാരായണ സ്വാമി, കൃഷ്ണഭഗവാൻ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ഭാവത്തിൽ വലിയ വ്യത്യാസമുണ്ട്. പെട്ടെന്ന് ഈ ഗോപികമാർ ഇരുട്ടത്തി ഇതെല്ലാം പതി സുതാൻ വയ ഭ്രാതൃ ബാന്ധവൻ, ബന്ധുക്കള്, ഭർത്താവ്, കുഞ്ഞുങ്ങള്, സഹോദരന്മാർ കുടുംബ സമേതം ഉപേക്ഷിച്ച് നിശി അർദ്ധരാത്രി ആ ദിശയിൽ ഓടിയപ്പോ അതാ അവിടെ നിൽക്കുന്ന നാരായണൻ. ഗോപസ്ത്രീകൾക്ക് ഒരു താല്പര്യം, നാരായണനെ കണ്ടിട്ട് ഒരു താല്പര്യം. എല്ലാവരും നമോ നമ, അത്ര അന്നുകൊണ്ട് ബഹുമാനം കാണിച്ച് തൊട്ടു. നമോ നമ എല്ലാവരും തൊട്ടു. നാരായണൻ അങ്ങനെ നിന്നു. അവസാനം രാധാദേവി വന്ന് പാദത്തിൽ തൊട്ടത് 4 കൈ കാണുക. ശംഖ, ചക്ര, പ്രതാപം എല്ലാം കാണാതെ ഓടക്കുഴൽ മാത്രം. മനസ്സിലായി ആള്. അപ്പൊ അവര് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? കൃഷ്ണ ഭഗവാൻ ചോദിച്ചു, നിങ്ങളൊക്കെ കുലവതിയാണോ? നല്ല കുടുംബത്തിൽ പിറന്നവരാണ്. ഓടക്കുഴൽ വായിച്ചതാരാ? വിളിച്ചു വരുത്തിയതാരാ? വന്നതിന് ശേഷം ഭഗവാൻ ജ്ഞാനോപദേശം, നിങ്ങളെല്ലാം സൽകുടുംബത്തിൽ കുലവതികളാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഹോരാത്രം വൃന്ദാവനമില്ല. ഇത് നമുക്ക്
ശുദ്ധമായ നാമജപം ചെയ്യുന്നവർക്ക് ഇത് ആസ്വദിക്കാൻ പറ്റും. അതുകൊണ്ട് പുതിയതായി വന്ന ഭക്തജനങ്ങൾക്ക് ഞങ്ങളുടെ അപേക്ഷയാണ്, ദിവസവും 108 തവണ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ. ഇനി 10 മണിക്ക് അഭിഷേകം തുടങ്ങും. ഇനിയിപ്പോൾ കുറച്ച് ഡിവോട്ടീസിന് ഭജനയും ഉണ്ടാവും. അതേസമയം താഴെ പ്രസാദ വിതരണവും തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആശംസകൾ. ശ്രീ കൃഷ്ണ